ഹലോ, മലപ്പുറം മോട്ടോഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്കാണ് നമ്മൾ ഇന്ന് ചെയ്യണത്. കുറെ വണ്ടികൾ, ഇഷ്ടം പോലെ വണ്ടികൾ, ഇന്നും പുതിയതായിട്ട് 4-5 വണ്ടികൾ കയറിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ട 4 ഓട്ടോമാറ്റിക് വണ്ടികളാ. എല്ലാവരും ചോദിക്കുന്നതാണ് ഓട്ടോമാറ്റിക് ചെറുതും വലുതൊക്കെ ഉണ്ടാവും. 2 ലക്ഷം രൂപന്റെ താഴെയുള്ള ഓട്ടോമാറ്റിക്കുകൾ, 2 ലക്ഷത്തിന്റെ മുകളിലുള്ള ഓട്ടോമാറ്റിക്കുകൾ. ഓട്ടോമാറ്റിക് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നല്ല കിടിലം. ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ നല്ല അടിപൊളി ഒരു നല്ല പിന്നെ ഗ്രേ കളറിൽ ഇന്നലെ എത്തിയിട്ടുള്ളൂ. ഒന്ന് സർവീസ് ഇന്റീരിയർ പോളിഷ് ഒക്കെ ചെയ്യാണ്ട് ഓട്ടോമാറ്റിക്കില് വെറും 50,000 കിലോമീറ്റർ ഓടിയ നാനോ കേട്ടോ. നാനോ ചോദിക്കണതുണ്ട്. ടയറൊക്കെ പറഞ്ഞാൽ 95% ടയറ് കാര്യമൊക്കെ അല്ല നാനോ. ഓട്ടോമാറ്റിക് ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിക്കോളൂ. വെറും 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ഗിയറൊക്കെ ഒന്ന് കാണിച്ചു. നാനേല് നല്ല ചെറിയ ഇടഞ്ഞു കൂടി മറ്റോട്ട് കൂടി ഒക്കെ പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. കുറഞ്ഞ വീതിയിലുള്ള റോഡൊക്കെ ഉള്ളവർക്കാണെങ്കിൽ, പിന്നെ സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കൂള് അങ്ങനത്തെ ഒക്കെ ചെറിയ പരിപാടിക്കൊക്കെ മഴയുള്ളാതെ പോയി വരേണ്ട നല്ലൊരു പറ്റിയൊരു വണ്ടിയാണ്. അടിപൊളി വൃത്തിയില്ല 50,000 കിലോമീറ്റർ മാത്രം ഓടിയ ഓട്ടോമാറ്റിക് നാനോട്ടോ. അത് നമ്മൾ ചോദിക്കണ 1,95,000 രൂപക്കാണ് ചോദിക്കണത്. ഇവിടെ ചെറിയ പെയിന്റിങ് ചെയ്യാണ്ട് ഇന്നലെ വന്നിട്ടുള്ളൂ. ഇതൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് ഇന്റീരിയറൊക്കെ ചെയ്തിക്കാണ്ട് നമ്മൾ തരും. 50,000 കിലോമീറ്റർ ഡിക്കി ഒപ്പം വരും. ബാക്ക് പിന്നെ പവർ വിൻഡോ, AC, പവർ സ്റ്റാറിങ്, പിന്നെ കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്ന ഇതിത്ത് വരുന്ന ഫുള്ളോട്. അന്ന് 3.5 ലക്ഷത്തിന്റെ മുകളിലൊക്കെ വിലയുള്ള വണ്ടിയാട്ടത്. ഇപ്പൊ ഇറങ്ങണില്ല. പിന്നെ ഇപ്പൊ ഇറങ്ങാത്ത വണ്ടിയാണ്. ഞാനോ 4 ടയറും പുതിയ ടയറാട്ടോ. കടുംപുത്തൻ ടയറ്, മറ്റേ ഇപ്പം പറയുന്ന മാതിരി 4 പുത്തൻ ടയറ് കാര്യങ്ങളൊക്കെ അല്ല വണ്ടി. AC വരും, പവർ സ്റ്റാരിങ് വരും, പവർ വിൻഡോ വരും, സെൻട്രൽ ലോക്ക് വരും, കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്ന ബാക്ക് ഡിക്കി ഒക്കെ തുറക്കാൻ പറ്റിയ നാനോട്ടോ. ഇതേ മോഡൽ തന്നെ നാനോ നമുക്ക് ഇനി ഇത് ചിലപ്പോ കമന്റിൽ അറിയും വില കൂടുതലാണ്. ഇതട്ടോ 55,000 റുപ്യക്ക് 2013 നാനോ എടുക്കാം. അതേമാതിരി ഇതേ മോഡൽ തന്നെ അവിടെ ഒരു നാനോണ്ട്, റെഡ്, ഡിക്കി ഓപ്പണും പവർ സ്റ്റാരിങ്ങും ഒക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഇതാണെങ്കിൽ ഇതും ഡിക്കി ഓപ്പണും കാര്യം, പവർ സ്റ്റാരിങ്, AC, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് ഒക്കെ വരുന്നത്. ഇത് 1.25 പക്ഷെ അത് ഓട്ടോമാറ്റിക് ആവുകൊണ്ടാണ് നമ്മള് 1,95,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. വിളിച്ചു കഴിഞ്ഞാല് എല്ലാ വണ്ടികളും തരാട്ടോ. അടിപൊളി നല്ല മറ്റേ ഗ്രേ കളർ. ഈ കളർ തന്നെ നല്ല രസാട്ടോ. ഗ്രേ കളറാണ്. പിന്നെ 4 പുതിയ ടയറ്, 50,000 കിലോമീറ്റർ മാത്രം ഓടിയ ഓട്ടോമാറ്റിക് നാനോ. 1.95 ചോദ്യം. വില നെഗോഷ്യബിൾ ആണ്. നമ്മൾ ഫുള്ള് വൃത്തി ഇന്റീരിയൽ കാര്യമാക്കിയിട്ട് തരും. ഫൈനലി നമുക്കൊരു 1.90 ഒക്കെ ഫൈനൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ കൊടുക്കട്ടോ. 1,90,000 രൂപക്ക് 51,000 കിലോമീറ്ററുടെ 4 പുത്തൻ ടയർ കാര്യം. അവിടെ നാനോ ഓട്ടോമാറ്റിക് കഴിഞ്ഞു. ഇനി രണ്ടാമത് നമ്മൾ പറയാൻ പോണ ഓട്ടോമാറ്റിക് വാഗണറാ. കുറെ ടീം ചോദിക്കണതാണ് വാഗണർ ഓട്ടോമാറ്റിക് ഉണ്ടോ. നാനോ കുറെ ആൾക്കാർ ചോദിക്കലുണ്ട്, ചെറിയ വണ്ടി വേണ്ടിയാലും. ഇത് അടുത്തത് പറയാൻ പോണ നല്ല കിടിലം ഒരു വാഗണർ. നല്ല ബോഡി ഷേപ്പ്, ടയറൊക്കെ പറഞ്ഞാൽ ഒരു 80-90% ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജർ ആക്സിഡന്റ് കാര്യമൊന്നും ഇല്ലാത്ത ഓട്ടോമാറ്റിക് വാഗണർ ആവശ്യക്കാരുണ്ട് ചോദിക്കോളി. എവിടുന്നും കിട്ടാത്ത പൈസക്ക് നമ്മൾ കൊടുക്കണേ. 2016 1-ാം മാസം വണ്ടി കേട്ടോ. 2016 1-ാം മാസമാണ് ഇത് വണ്ടി. 2016 1-ാം മാസം വണ്ടി. 3,10,000 രൂപക്ക് ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. ഓട്ടോമാറ്റിക് വാഗണർ വണ്ടികൾ ചോദിച്ചോളി. നല്ല ഗ്യാരണ്ടി പ്രൈസിൽ, ഓഫർ പ്രൈസിൽ സെറ്റ് കാര്യം, 4 ഡോർ വിൻഡോ, AC, പവർ സ്റ്റാരിങ്, ബാക്ക് വൈഫർ ഒക്കെ വരുന്ന ഫുള്ളോട് വണ്ടി കേട്ടോ. ഇന്റീരിയലൊക്കെ പറഞ്ഞാൽ അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ്. ചെറിയ പൈസക്ക് നമ്മൾ കൊടുക്കണേ. 3.10 16 മോഡൽ വാഗണർ എവിടുന്നും കിട്ടൂല കേട്ടോ. ഓട്ടോമാറ്റിക് വാഗണർ വേണമെങ്കിൽ ചോദിച്ചോളി. ഇനി ഐറ്റം ആണെങ്കിൽ ഐറ്റനാണ് അടുത്ത് നമ്മൾ കാണിക്കാൻ പോണേ. കേട്ടൻ വേണമെങ്കിൽ കേട്ടൻ ഉണ്ട്, സെലാരിയോ വേണമെങ്കിൽ സെലാരിയോ ഉണ്ട്. ഏത് ടൈപ്പ് ഓട്ടോമാറ്റിക് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളി. ഇത് ഓട്ടോമാറ്റിക് വാഗണർ 2016 1-ാം മാസം വണ്ടി. 3,10,000 രൂപ. നല്ല ഹൈ ക്വാളിറ്റി ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ അല്ല. നല്ല 100% ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് കൊടുക്കട്ടോ. എവിടുന്നും കിട്ടൂല. നിങ്ങൾ വില കൂടുതലുണ്ടോ ഒക്കെ അന്വേഷിച്ചോളി. 2016 ആണ്. മേജർ ആക്സിഡന്റ് പരിപാടിയൊന്നും ഇല്ല. നല്ല വണ്ടി ട്ടോ. ഫുള്ള് ലോൺ കേട്ടോ. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓഫറാണ്. ആൾക്കാർക്ക് ചിലവർക്ക് പൈസ മുടക്കല്ലാതെ 3 ലക്ഷം എന്താ വെച്ചാല്
2016 പറഞ്ഞാൽ ഒരു അൾട്ടണ്ണൂറ് കിട്ടണമെങ്കിൽ കൊടുക്കണ ഒരു 340 3.4 റേഞ്ച് കേട്ടോ. ന്യൂ മോഡൽ വണ്ടിയൊക്കെ എടുക്കാം. ഇഞ്ചർ റൂമൊക്കെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പക്ക വണ്ടിയാണ്, ഗ്യാരണ്ടി വണ്ടികളാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. മേജർ ഇതൊന്നുമില്ല. ഫോണാളിങ്ങനെ വന്നിട്ട് ഒന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി വണ്ടി. ഇനി അതേമാതിരി അപ്പുറം വേണമെങ്കിൽ അപ്പുറമുള്ള കാര്യമൊക്കെ ഏത് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വിട്ടുതരും. ഇതാ മേജർ ആക്സിഡന്റ് പരിപാടി ഒന്നുമില്ല. അപ്പുറമാണ് കാരണം ഇവിടെയാണ് കുറ്റി ഒക്കെ പറയുന്നത്. കുറ്റി പണിയെടുത്തോണൊക്കെ നല്ല ഗ്യാരണ്ടി വണ്ടി കേട്ടോ. അത് ഈ ബോണറ്റ് റീപ്ലേസ് ഉണ്ട്, വെമ്പർ റീപ്ലേസ് ഉണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല കേട്ടോ. മെയിൻ ഗ്ലാസ് ഒക്കെ കറക്റ്റ് കമ്പനി ഗ്ലാസ് ആണ്. ചെറിയൊരു ഇതുണ്ട്. വേറെ ബോഡിയും കാര്യമൊക്കെ പക്കല്ല വണ്ടിയാണ്. നല്ല ഇന്റീരിയർ കാര്യമൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി. നമ്മൾക്ക് കൊടുക്കുന്നത് 3,10,000 രൂപക്ക് ഓട്ടോമാറ്റിക് വാഗണർ 16 1-ാം മാസം വണ്ടി. ഓക്കെ, എന്നിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ കിഡിലും വീണ്ടും I10 ഓട്ടോമാറ്റിക് ഇടും. ഓട്ടോമാറ്റിക്കിന്റെ ചാകരയാണ്. ഓട്ടോമാറ്റിക് വേണമെങ്കിൽ I10 2 ലക്ഷം രൂപന്റെ താഴെ ഓട്ടോമാറ്റിക് I10. അതും അലേവിയില് ബാക്ക് വൈപ്പർ, 4 ഡോർ വിൻഡോ, AC, പവർ സ്റ്റാരിങ്, കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്ന ഫുൾ ഓഡ്. ഇതിൽ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിട്ടോ. സ്പോർട്സ് ഇത് CVT ഇഞ്ചനാ വരിക. CVT പറഞ്ഞാൽ ബാക്കൊക്കെ ഇറങ്ങൂല കേട്ടോ. സ്ത്രീകൾക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. CVT ഇഞ്ചുണ്ടോ ആൾക്കാർ ചോദിക്കലുണ്ട്. കമ്പനി സ്റ്റീരിയോ സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഓട്ടോമാറ്റിക് കേട്ടോ. 4 ഡോർ വിൻഡോ, AC, പവർ സ്റ്റാരിങ് എല്ലാം വരുന്ന CVTയിൽ ഓട്ടോമാറ്റിക് ആരെങ്കിലും കൊണ്ടേക്കോളി. വെറും 1,90,000 രൂപക്കാണ് ഓട്ടോമാറ്റിക് I10 കൊടുക്കണം കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി. നമ്മൾ ഓഫർ പ്രൈസ്. സീറ്റ് കവറൊക്കെ പറയാലോ കേട്ടോ. ഒരു 10,000 റുപ്യാന്റെ മുകളില് വിലല്ല. അടിപൊളി സീറ്റ് കവറാണ് ഇതിനൊക്കെ ചെയ്തിരിക്കുന്നത്. ഓട്ടോ ബാക്കിൽ ഇവിടെ എടുക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ബാക്ക് വൈപ്പർ കാര്യമൊക്കെ വരും കേട്ടോ. വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ആൾക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി. ഇതൊക്കെ പാടല്ലേ. അലേവിയിലൊക്കെ പറഞ്ഞാൽ നല്ല ചൊറുക്കില്ല അലേവിയിലാട്ടോ. ടയറ് കാര്യമൊക്കെ ഒരു 50-60% ടയർ ഉണ്ട്. നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിച്ചോളി. നല്ല സൂപ്പർ I10 ഒന്നും ഇവിടുന്ന് 2 ലക്ഷം രൂപന്റെ താഴെ കിട്ടില്ല. ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. നല്ല ചൊറുക്കില്ല അലേവിയിലുണ്ട്. അലേവിയിലൊക്കെ നല്ല അടിപൊളി അലേവിയില് സീറ്റ് കവറൊക്കെ പറഞ്ഞാൽ ബോഡിയൊക്കെ കണ്ടോ. എന്തോ ബോഡി ഷേപ്പ്, നല്ല ബോഡി ഷേപ്പ് ആട്ടോ. ഇവിടെ വണ്ടിയാളെ ഇടയിലാവുകൊണ്ട് എടുക്കാൻ സ്ഥലമില്ലായിട്ടാണ്. സീറ്റ് കവറൊക്കെ പറഞ്ഞാൽ പക്ക സീറ്റ് കവർ. ഇതൊക്കെ നല്ല വിലപ്പിടിപ്പില്ല സീറ്റ് കവർ ആട്ടോ. ഓട്ടോമാറ്റിക് CVT ആട്ടോ. നല്ല മണൽക്കുടി പോകാനുള്ള സെറ്റപ്പ് കാര്യമൊക്കെ വരും. നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി. ബാക്ക് വൈപ്പർ കാര്യമൊക്കെ വരുന്നത് നമുക്ക് ബാക്കിൽ നിന്ന് എടുക്കാൻ ഇപ്പൊ ഇവിടെ ഇതില്ലായിട്ട. KL1 ഇത് നെറ്റിന്റെ ഉള്ളിൽ കൂടി എടുക്കണേ. നല്ല സൂപ്പർ വണ്ടി ഓട്ടോമാറ്റിക് I10 ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടേക്കോളി. ആവശ്യക്കാര് നല്ല സൂപ്പർ സീറ്റ് കവറാണ്. ഇന്റീരിയലൊക്കെ പറയുകയാണെങ്കിൽ പക്ക ക്വാളിറ്റിക്കാരൻ വണ്ടി കേട്ടോ. ചെറിയ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത്. എത്രക്കാ കൊടുക്കുന്നത്? 1,90,000 ഓട്ടോമാറ്റിക് I10. ഓക്കെ, ഇന്ന് 3-4 വണ്ടികൾ ഓട്ടോമാറ്റിക് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഓരോരോ വണ്ടികൾ വേറെ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വിട്ടുതരും. ലൊക്കേഷൻ ഒക്കെ വിട്ടുതരും. 2-3-4 നമ്പർ കൊടുക്കും. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ നമ്പറിൽ വിളിച്ചാൽ എല്ലാ വണ്ടികളെ ഡീറ്റെയിലും ഫോട്ടോ ഒക്കെ തരും കേട്ടോ. കണ്ടമാനം ചെറുവണ്ടികളുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ നിങ്ങൾ വിളിച്ചോളി. 1 രൂപന്റെ താഴെയുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇനി ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ മലപ്പുറം മോട്ടോഴ്സിന്റെ ഇന്നത്തെ വീഡിയോ 4-5 ഓട്ടോമാറ്റിക് വണ്ടികളും അതുപോലെ 1.5 ലക്ഷം രൂപന്റെ താഴെയൊക്കെ കുറെ വണ്ടികളുണ്ട്. 2 ലക്ഷം രൂപന്റെ കുറെ വണ്ടികളുണ്ട്. വലിയ വണ്ടിയാണെങ്കിൽ 3, 4.5, 1.5, 2.5, 3.5 ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളി. ഇപ്പൊ നമ്മളിന്ന് ചെറിയൊരു നമുക്ക് നേരല്ല കോഴിക്കോട് പോകാണ്ടാവുകൊണ്ട് ചെറിയൊരു വീഡിയോ എടുത്ത് വിട്ടുകണേ. നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോ നമ്മളത് ഫുള്ള് ഡീറ്റെയിലും ഫോട്ടോ ഇതിന്റെ താഴത്തേക്ക് ഇങ്ങനെ വീഡിയോകൾ ഉണ്ടാവും. കുറെ പോയ വണ്ടി ഉണ്ടാവും. മൊത്തത്തിൽ ഇനി കിട്ടാനുള്ള വണ്ടികൾ നമ്മുടെ ഷോപ്പിലുള്ള കാറ്റലോഗ് ഉണ്ട്. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കാറ്റലോഗ് ഒക്കെ തരും. അതിന്റെ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം നമ്മള് കാറ്റലോഗിലൊക്കെ കുറച്ച് വില കൂട്ടിയിട്ടൊക്കെ വീഡിയോയിൽ ഇടുന്നമാതിരി മാക്സിമം കുറച്ച് ചെയ്തു തരും. അപ്പൊ നിങ്ങൾ 2-3-4 നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷന് കാര്യമൊക്കെ ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. ഇത് ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി
മലപ്പുറത്ത് നിന്നൊക്കെ 5 കിലോമീറ്റർ ആനക്കയം സൗദിപ്പടി എന്നാ ഇവിടേക്ക് സ്ഥലപ്പേര് പറയാ. സൗദിപ്പടി പറഞ്ഞാൽ പിന്നെ ബസ് സ്റ്റോപ്പിന്റെ നേരെ മുന്നിൽ തന്നെയാണ് നമ്മളെ യാർഡ് കിടക്കുന്നത്. റോഡിന്റെ ആ പൊളി ഈ പൊളി രണ്ട് പൊളിയിലും നമ്മളെ മലപ്പുറം മോട്ടോഴ്സിന്റെ യാർഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫുള്ള് ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ കിട്ടും. അപ്പൊ കുറെ വണ്ടികൾ ഇന്നും നാളെയൊക്കെ ഇഷ്ടം പോലെ വണ്ടികൾ കയറാണ്ട്. അന്നാന്ന് കയറുന്ന വണ്ടി എല്ലാ ദിവസവും കയറുന്ന വണ്ടികൾ നമ്മൾ അന്നാന്ന് എല്ലാ ദിവസങ്ങളിലായിട്ട് വീഡിയോ എടുക്കും. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ കഴിയും. മാക്സിമം ഷെയർ ചെയ്യുക. ആൾക്കാർക്കൊക്കെ വണ്ടി ആവശ്യക്കാരുള്ളവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വിലയും കാര്യങ്ങളും 100% നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ട്, തൃപ്തി ഉണ്ട് എന്നുള്ളതിൽ മാത്രം നമ്മളെ വണ്ടികൾ കൊണ്ടുപോയ ആൾക്കാർ മാത്രമേ കാര്യമായിട്ട് വീണ്ടും വരുന്നുള്ളൂ. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള എല്ലാ അവസരവും നമ്മൾ വണ്ടികൾ തരുന്നുണ്ട്. നിങ്ങളെ നാട്ടിൽ കൊണ്ടുപോയി വേണമെങ്കിൽ ചെക്ക് ചെയ്താ വണ്ടി പേരിന്ന് മാറുന്നതിന്റെ മുന്നേ നമ്മൾ ഓക്കെ പറഞ്ഞതിന്റെ ശേഷം മാത്രമേ നമ്മൾ നിങ്ങളെ പേർക്ക് മാറുള്ളൂ. നിങ്ങൾ വണ്ടി കൊണ്ടുപോയി ഇനി കണ്ണൂരാണെങ്കിലും കാസർഗോഡാണെങ്കിലും പൈസ എന്ന് കണ്ട് നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളെ നാട്ടിൽ നിങ്ങളെ ചങ്ങായിമാരെ വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ നിങ്ങളെ അറിയുന്ന ഈ കമ്പനികളിലോ എവിടെ വെച്ച് കൊണ്ടുപോയി നോക്കി നിങ്ങൾ 100% ഓക്കെ എന്ന് പറഞ്ഞതിന്റെ ശേഷം മാത്രമേ നമ്മൾ പേരിന്ന് മാറിക്കോളി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മാറുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടി ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോയാൽ നിങ്ങളെ പൈസ ഞങ്ങൾ റിട്ടേൺ തരും. അത്രയും ഗ്യാരണ്ടിയോട് കൂടിയാണ് നമ്മൾ എല്ലാ വണ്ടികളും കൊടുക്കണേ.